ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയാണ്. വൈകുന്നേരത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ചൂട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ കറിയുടെ ഒന്നും ആവശ്യമില്ല, അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. കഞ്ഞി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിന്, ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പാത്രമാണ്, അപ്പോൾ അതിനകത്ത് ഒരു പാത്രം അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് ഫുൾ അരി എടുക്കുമ്പോൾ ആ പാത്രത്തിൽ തന്നെ നേരെ പകുതിയോളം ചെറുപയർ എടുക്കണം. ഈ പാത്രത്തിൽ തന്നെ ഒരു പകുതിയോളം ചെറുപയർ എടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുള്ള അരിയും പയറും ഒക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6-7 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളക്, നല്ല എരിവുള്ള മുളകാണ്, ഒരെണ്ണം മതി. ഇതുപോലെ 2 വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളകൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരിയും പയറും എല്ലാം കൂടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അരിയും പയറും ഒക്കെ വെന്ത് വരാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിനൊരു 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് എടുത്തേക്കുന്ന അരിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൂണ് കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തേക്കുവാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അത് ശരിയാണോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാനിതുവരെ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ കുക്കർ അടപ്പിൽ വെക്കുമ്പോഴേ ഇതുപോലൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് തെറിക്കത്തില്ലെന്നാണ് പറയുന്നത്. അടപ്പിൻ്റെ മുകളിൽ കൂടെ വരത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി കുക്കർ അടച്ച് കഞ്ഞി ഉണ്ടാക്കാം. കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 6 ഫിഷിൽ കേൾപ്പിക്കാം. ഞാനിതിപ്പം 3 ഫിഷിൽ ഫ്ലെയിം കൂട്ടി വെച്ചും 3 ഫിഷിൽ ഫ്ലെയിം കുറച്ച് വെച്ചുമാണ് കേൾപ്പിക്കുന്നത്. അപ്പോഴത്തേന് ഇത് വേവും. നിങ്ങൾ അരി എടുക്കുമ്പോൾ അരിക്ക് എത്രത്തോളം വേവുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഫിഷിൽ കേൾപ്പിക്കണം. 6 ഫിഷിൽ കേട്ട് കുക്കർ ഓഫ് ചെയ്യുകയും ചെയ്ത്, പക്ഷേ ഏതാണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുക്കറിനകത്തുനിന്ന് മുകളിലോട്ട് വന്നിട്ടില്ല. സ്പൂൺ അങ്ങനെ ഇട്ടിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒലിച്ച് വീഴും. സാമ്പാർ വെക്കുമ്പോഴൊക്കെ അങ്ങനെ വീഴാറുണ്ട്. ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ അറിയാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ലതാണ്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാൻ തുറന്നപ്പോൾ അരിയും പയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ടിരുന്ന സ്പൂണൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അരിയും പയറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്കിത് ഈ വെള്ളം കുറവായതുകൊണ്ട് നല്ലപോലെ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞി എത്രത്തോളം ലൂസായിരിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു മുറി പച്ചത്തേങ്ങ എടുത്ത് ഇതുപോലെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. ഇത് തേങ്ങ പാലായിട്ട് ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞാനിതുപോലെ നല്ല പച്ചത്തേങ്ങ ആയതുകൊണ്ട് ഞാനിത് അരച്ചങ്ങ് ഒഴിച്ച് ചെയ്ത്. ഇനി ആ അരച്ചൊഴിച്ചതും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴും ഉപ്പിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇച്ചിരി കൂടെ ലൂസായിട്ടിരിക്കേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയായൊരു കഞ്ഞിയാണ്. അപ്പോഴും നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.